എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റ് ചെയ്യുക. ദേവേനി ഇങ്ങനെ നയനയ്ക്ക് ആരതിയൊക്കെ ഒഴിയുന്നത് കനക കാണുന്നുണ്ടല്ലോ, വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ കനക ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ആ ഓട്ടോ ഡ്രൈവർ പയ്യൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇങ്ങോട്ടല്ലേ വന്നത്, എന്താ പോണില്ലേ എന്നൊക്കെ. അപ്പോൾ പറയാം, ഒന്ന് മിണ്ടായിരിയടാ, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അവരവിടെ നിന്ന് ഇങ്ങനെ ആരതിയൊക്കെ ഒഴിയുന്നത് കാണുന്നുണ്ട്. അതിനുശേഷം കുറിയൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വന്ന് പറയുന്നുണ്ട്, ഈശ്വരാ ഞാൻ ഇത് സ്വപ്നമാണോ കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ നുള്ളിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സ്വപ്നമൊന്നും അല്ല, ഇത് സത്യം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ കനക പറയാണ്. അതിനുശേഷം പോറ്റി പറയുന്നുണ്ട് ദേവേനയോട്, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, എന്നിട്ട് മനസ്സിൽ ദേവിയെ സങ്കല്പിച്ചിട്ട് ഏത്തൊക്കെ ഇട്ടോളൂ എന്ന് പറയുന്ന സമയത്ത് നയന പറയുകയാണ്, അമ്മ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം പോറ്റി പറയുന്നുണ്ട്, അങ്ങനെ പറയല്ലേ മോളെ, മോൾക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്, മോളെക്കാട്ടി ഏറ്റവും നല്ലത് അമ്മയ്ക്ക് തന്നെ അതിൻ്റെ ഗുണം കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവേനി ഏത്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനകയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും കനക ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും പോറ്റി പറയുന്നുണ്ട്, ഇനി നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയില്ല, അത് ഞാൻ ഉറപ്പ് തരാം, അത്രയ്ക്ക് ദേവിയുടെ ശക്തി ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പോറ്റി പറയാണ്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഞങ്ങൾ ഇനി ഒരിക്കലും പിരിയില്ല തിരുമേനി, ഒരിക്കലും നമുക്കിനി പിരിയാനും കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നയന ഇങ്ങനെ ദക്ഷിണയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആദ്യമായിട്ട് സാലറി കിട്ടിയതാണ് എന്ന് പറഞ്ഞിട്ട്, ഇത് തിരുമേനിക്ക് എൻ്റെ വകയെന്നൊക്കെ പറഞ്ഞിട്ട് നയന ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങ് വരികയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട് ആ പയ്യനോട്, ഡ്രൈവറിനോട്, അവർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടി ഓട്ടോയിലിട്ടങ്ങ് കയറുകയാണ് കേട്ടോ. കയറിയിരിക്കുന്നുണ്ട് അവർ കാണാതെ. അപ്പോൾ അവർ പാസ് ചെയ്ത് കാറിൽ പോകുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ കനക അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്, ഈശ്വര ഇനി എന്താണെന്ന് അറിഞ്ഞൂടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരുമേനിയുടെ അവിടെ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, തിരുമേനി എന്ന് വിളിക്കുന്ന സമയത്ത്, വന്നല്ലോ, ഇവിടെ ഉണ്ടായിരുന്നു എന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, എന്തിനാ അവർ വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയണ, ദേവേനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും പറയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കാണേണ്ട കാഴ്ച കണ്ടല്ലോ, ഇനിയിപ്പം പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. എനിക്ക് പേടിയാണ്, എൻ്റെ മോളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനി മോനെയും മരുമോളെയും കൂടെ തമ്മിൽ തെറ്റിക്കാനുള്ള വല്ല പരിപാടിയാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അതൊരിക്കലും ഇനി സംഭവിക്കില്ല, അങ്ങനെയാണോ തോന്നിയെന്നൊക്കെ തിരുമേനി പറയുന്നുണ്ട്. അപ്പോൾ തിരുമേനി പറയാണ്, അങ്ങനെ അവർ തമ്മിൽ ഒരുമിച്ചു, ഇനി അതൊരിക്കലും അവർ പിരിയില്ല, അതുകൊണ്ട് ഇനി ഒരു ടെൻഷനും വേണ്ട എന്നൊക്കെ ഇങ്ങനെ തിരുമേനി പറയുന്നുണ്ട്. അപ്പോൾ കനകയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി അതെന്തായാലും അറിയേണ്ടതൊക്കെ അറിഞ്ഞില്ലേ, കാണേണ്ട കാഴ്ചയൊക്കെ കണ്ടില്ലേ, അതുകൊണ്ട് നന്നായിട്ട് ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനക അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തായിട്ട് ദേവേനി നയനിയും കൂടെ വന്ന് നിൽക്കുന്നത് ഒരു പൂക്കടയിലാണ് കേട്ടോ. അപ്പോൾ അവർ സ്ഥിരമായിട്ട് പൂ വാങ്ങിക്കുന്ന പൂക്കടയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ പൂവൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ക്യാഷൊക്കെ കൊടുക്കുന്നുണ്ട് ദേവയാനി. എന്നിട്ട് പറയുകയാണ്, ബാലൻസ് ഒന്നും വേണ്ട, വെച്ചിരിക്കാൻ പറയുന്നത്. അപ്പോൾ അവിടെ പൂക്കാരി പറയുന്നുണ്ട്, സാറ് വന്നാലും ഇങ്ങനെ തന്നെയാണ്, ബാലൻസ് ഒന്നും തിരിച്ച് വാങ്ങിക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതിനുശേഷം പൂവൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് നയനയുടെ തലയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ആ സമയം തന്നെ കനക ഓട്ടോയിൽ വരികയായിരിക്കും. അപ്പോൾ കനക ഓട്ടോക്കാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം ഓട്ടോയിൽ ഇരുന്ന് തന്നെ ഇങ്ങനെ കനക നോക്കുകയാണ്. എന്നിട്ട് അയ്യോ ഇതെന്താ, ഇത് സത്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് കനക വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മായിയമ്മ എന്തായാലും അറിഞ്ഞു കഴിഞ്ഞു, മകളാണ് കരൾ കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പൂവൊക്കെ വെച്ചതിന് ശേഷം ഇവർ കാറ് കയറി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കനക നേരെ പൂക്കടയിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവർ ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടോ എന്നൊക്കെ. ഇല്ല, ആ കുട്ടിയുടെ ഭർത്താവുമായിട്ടാണ് വരുന്നത്, ഇപ്പോൾ അവർ വരുന്നത് ആദ്യമായിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട്, അതെങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയണം, അതൊക്കെ അറിയാം, അവരിനി സ്ഥിരമായിട്ട് ഇവിടെ വരുമെന്നൊക്കെ കനക ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം പൂക്കാരിക്ക് നല്ല സന്തോഷമാവുകയാണ്. കനകയെ അവിടെ നിന്ന് പൂവൊക്കെ വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ചതിന് ശേഷം
ഓട്ടോയിൽ കയറി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ആ ഓട്ടോ പയ്യനാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇതായിട്ടുള്ള നിൽക്കാൻ നേരമില്ലാത്ത ഒരു ഓട്ടോക്കാരനാണ്. അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചി വന്ന് പെട്ടെന്ന് വാ, പോടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദേവയാനിയും കനയും കൂടെ കുറച്ച് ദൂരം ഇങ്ങനെ വന്നിട്ട് മാറി എന്താ നയനയുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കാറ് നിർത്തുന്നുണ്ട്. എന്നിട്ട് ബാക്കിൽ തന്നെ കനകയും വരെയായിരുന്നു. അപ്പോൾ പറയുന്നുണ്ട്, മോളെ ഈ കാറിൽ കൊണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ച് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കനക വരെയാണ് ചെയ്യുന്നത് ഓട്ടോയിൽ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഒരു ഓട്ടോ വരുന്നുണ്ട്, ഇതിൽ ഞാൻ പൊയ്ക്കോളാം എന്നിങ്ങനെ പറയണം. അപ്പോൾ കനകയ്ക്ക് മനസ്സിലായി എന്തായാലും നയന മോൾക്ക് പോകാനായിരിക്കും നയന മോൾ നിൽക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് കനക ആ പയ്യൻ്റെ അടുത്ത് പറയണമെന്ന് നിർത്തടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പയ്യൻ പറയും, എന്താ ചേച്ചി ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എടാ, നിനക്ക് ഇത്ര രൂപ വേണമെങ്കിലും തരാം, നീ ഒന്ന് നിർത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഓട്ടോ നിർത്തുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നയന പറയുന്നുണ്ട്, അയ്യോ ആ ഓട്ടോ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അവിടെ നിർത്തിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ വേറൊരു ഓട്ടോയും വരുന്നുണ്ട്. അപ്പോൾ നയന പറയാണ്, വേറൊരു ഓട്ടോ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോ വരുന്ന സമയത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും മോള് പൊയ്ക്കോ, ആദ്യത്തെ ശമ്പളം അച്ഛനും അമ്മയ്ക്കൊക്കെ തന്നെ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. നയന പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് വരാം അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നയന കയറി പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും കനക ഇതൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കനകയും ഇങ്ങനെ വരെയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നയന നേരെ നയനയുടെ വീട്ടിലേക്കാണ് വരുന്നത്. നയന നേരെ വരുന്നത് നയനയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം ഗോവിന്ദൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്താ മോളെ മോള് പെട്ടെന്ന് വന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, പ്രശ്നമൊന്നുമില്ല അച്ഛാ, ഞാനിങ്ങ് ഇവിടെ വന്നതാണ്, വരാനുള്ളൊരു കാരണവും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുകയാണ്, എന്താ കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഇല്ല ഞാൻ നമ്മുടെ പ്രായച്ചിത്ത കാവിൽ പോയിട്ടാണ് വരുന്നത് എന്നിങ്ങനെ പറയണം. അതിനിപ്പോൾ അവിടെ പോകാൻ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. തെറ്റൊന്നും ചെയ്തില്ല, അറിഞ്ഞോ അറിയാതെ വല്ല തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കണമെന്ന് ദേവിയോട് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, അമ്മ എവിടെ പോയി അച്ഛാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, കനക അമ്പലത്തിലോട്ട് പോയതാ എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും കനക ഓടി വരുന്നുണ്ട് കേട്ടോ. ഞാൻ വന്നു എത്തി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നയനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. കനക ഒരുമാതിരി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയ്ക്ക് തന്നെ ഇതെന്ത് പറ്റി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, എന്താ അമ്മ എന്ത് പറ്റി, എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എല്ലാം മോളെ കണ്ട സന്തോഷത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്താ മോള് പെട്ടെന്ന് വന്നത്, വരുന്ന വിവരമൊന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, വരാനൊരു കാരണമുണ്ട്, ഇന്ന് എനിക്ക് ആദ്യമായിട്ട് ജോലി ചെയ്ത് സാലറി കിട്ടിയതാണ്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സാലറിയൊക്കെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് വാങ്ങിക്കണം, ഒരുമിച്ച് വാങ്ങിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് പറയാണ്, അയ്യോ വേണ്ട മോള്, ഞങ്ങളുടെ കയ്യിലല്ലല്ലോ തരേണ്ടത്, ആദർശിൻ്റെ കയ്യിലല്ലേ കൊടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പറയണേ, ഇല്ല അച്ഛ, ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, നിങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് ക്യാഷൊക്കെ വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ചിട്ട് ഗോവിന്ദൻ പറയുകയാണ്, ഇത്രയും ക്യാഷൊന്നും നമുക്ക് ആവശ്യമില്ല മോളെ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ വേണമെങ്കിൽ ഒരു 1000 രൂപ എടുക്കാം, അത് മോളെ പേരിൽ അർച്ചന ചെയ്യാൻ വേണ്ടി മാത്രം. ആദർശ് ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ വീടൊക്കെ വാങ്ങിച്ചിട്ട് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് മോള് തന്നെ ഈ പൈസ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1000 രൂപ എടുത്തിട്ട് ബാക്കി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് സാലറി ആദ്യം കൊടുക്കേണ്ടത് മോളുടെ അമ്മായിയമ്മയുടെ കയ്യിലാണെന്നൊക്കെ കനക പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അത് അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ, ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ എൻ്റെ മുഖത്തോട്ട് തന്നെ വലിച്ചെറിയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് കനക ഇങ്ങനെ നോക്കി ആക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. എവളെ കള്ളക്കളിയൊക്കെ കൊള്ളാമല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ഗോവിന്ദൻ പറയുകയാണ്, അതെന്ത് കനക പറഞ്ഞത് ശരിയാണ്, എന്തായാലും മോളുടെ അമ്മായിയമ്മയുടെ കയ്യിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ എന്തായാലും ഒരു മാറ്റമൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ ഇത് കൊടുത്തിട്ട് വാങ്ങിച്ചില്ലെങ്കിൽ അത് പിന്നെ രണ്ടാമത്തെ കാര്യമല്ലേ, മോള് കൊടുക്കേണ്ട മോളെ കടമയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പറയാണ്, മോൾക്ക് കുടിക്കാൻ വെള്ളമൊക്കെ എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയാണ്, അയ്യോ വെള്ളമൊന്നും വേണ്ട, അതിനുള്ള സമയമൊന്നും ഇല്ല, ഞാൻ പോവുകയാണ്, ആദർശേട്ടനോട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
അങ്ങനെ ഞാൻ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വന്ന വിവരം നന്ദുവിനോട് പറയണേ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് പോകുമ്പോൾ മുല്ലപ്പൂ നിൽക്കുന്ന കനക വച്ചിരിക്കുന്ന കനക കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് പറയും, മോളെ ഇത് എവിടുന്നാ മുല്ലപ്പൂ? മോള് വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണോ, അതോ ആദർശ് മോൻ വാങ്ങിച്ചു തന്നതാണോ എന്നൊക്കെ ഇങ്ങനെ കനക ആക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അത് ആദർശേട്ടൻ വാങ്ങിച്ചു തന്നതാ എന്നൊക്കെ പറഞ്ഞ്, നന്നായിരിക്കട്ടെ മോളെ എന്നൊക്കെ ഇങ്ങനെ കനകയും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കനക പറയുന്നുണ്ട് ഗോവിന്ദനോട്, എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, മോളിപ്പോൾ കള്ളം പറയാത്ത മോളിപ്പോൾ നമ്മുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഗോവിന്ദനൊന്നും മനസ്സിലാവുന്നില്ല. ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്താ നീ അങ്ങനെ പറഞ്ഞെന്നൊക്കെ. അപ്പോൾ ഞാനും ഇവിടെ പ്രായശ്ചിത്ത കാവിൽ പോയിട്ടാണ് വരുന്നത്, മോളും അവിടെയാണല്ലോ പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയാം, ഞാൻ കണ്ടു, അവളെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ആരാ എന്ന് പറയാം, അവളുടെ സ്വന്തം അമ്മായി അമ്മ ദേവയാനി ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോൾ അവരവിടെ ചിത്തപൂജയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പറയണ അതിന് അവർ ആരോടാ തെറ്റ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവർ ആരോടാണോ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്ത് അവരെയും കൂട്ടി തന്നെയാണ് പോയതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മകളെ കൂട്ടിയാണ് പോയത്, അവൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രായശ്ചിത്ത പൂജ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ അവർ തമ്മിൽ നല്ല സ്നേഹമാണെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. കാരണം അപ്പം ഗോവിന്ദന് ഇതൊന്നും വിശ്വാസമാവുന്നില്ല. പറയുന്നുണ്ട്, ഇല്ല ഞാനും ആദ്യം വിശ്വസിച്ചില്ല, ഞാൻ സ്വപ്നമാണോ എന്ന് തന്നെ ഇങ്ങനെ ആലോചിച്ച് നിന്ന് പോയി. പിന്നെ ഈ നട്ടുച്ചയ്ക്ക് ആരെങ്കിലും ഈ വെയിലത്ത് ആരെങ്കിലും സ്വപ്നം കാണുമോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷം ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. എനിക്കിത് വിശ്വസിക്കാൻ വയ്യാന്ന് ഗോവിന്ദനും പറയുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, ഞാനിങ്ങനെ അവിടുന്ന് നേരെ ഇവർ പോയത് പൂക്കടയിലാണ്. എന്നിട്ട് പരസ്യമായിട്ട് അമ്മായിയമ്മ മരുമകൾക്ക് ഇങ്ങനെ പൂവും വെച്ച് കൊടുത്തു, ആ കാഴ്ചയും ഞാൻ തന്നെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. മോളിപ്പം തന്നെ വന്നിട്ട് വെള്ളം പോലും കുടിക്കാതെ പോയത് എന്തുകൊണ്ടാ? നേരെ പോണത് അമ്മായിയമ്മയെ കാണാനാണ്. അവിടെ അമ്മായിയമ്മ കാത്തു നിൽപ്പുണ്ട്. കാരണം വഴിയിൽ ഓട്ടോയിൽ കയറ്റി വിട്ടത് ദേവയാനി തന്നെയാന്നൊക്കെ ഇങ്ങനെ കനക എല്ലാ കാര്യങ്ങളും പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയണുണ്ട്, ഗോവിന്ദനും പറയണത്, എന്നാലും നമ്മുടെ മോള് ഒന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഒരു ഇതായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കും കുറച്ച് അഭിനയിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനക പറയുകയാണ്, അത് ശരിയാ, നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും നന്ദുവിനോട് ഈ കാര്യം പോയി പറയട്ടെ, വയ്യാതെ കിടക്കുകയാണെങ്കിൽ അവൾക്ക് ഈ കാര്യം അറിയുമ്പോൾ വളരെ സന്തോഷമാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നയനയും ദേവയാനിയാണ് കേട്ടോ. അപ്പം കോഫിയൊക്കെ ഇങ്ങനെ നയനയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ദേവയാനി. അപ്പോൾ അതൊക്കെ കുടിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.